അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഉഴുന്ന് പരിപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 2-3 മണിക്കൂർ കുതിർത്തിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർന്നെടുത്ത് വെച്ചിട്ടുള്ള ഉഴുന്ന് പരിപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒന്ന് വാർന്നെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അരക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് മനസ്സിലാക്കാൻ പറ്റും, എത്ര വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് അരച്ചെടുക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം പകുതി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അരക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക. ആദ്യം ഒന്ന് അരച്ച് നോക്കുക, എന്നിട്ട് നമുക്ക് അരക്കാൻ പറ്റുന്നില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട ആദ്യം തന്നെ. അപ്പോൾ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി ഉള്ള ഒരു ബാച്ചും കൂടി ഇതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഒരിച്ചിരി ലൂസായിട്ടുണ്ട്, അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് ഒരു 3-4 മണിക്കൂർ ഇത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെയും കുറച്ച് ലൂസാവും. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, അത് ഞാൻ പറഞ്ഞുതരാം പിന്നെ. അപ്പോൾ ഞാൻ മൊത്തം അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തത് കൊണ്ട് ആദ്യം ചേർത്തില്ലെന്നേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു 3-4 മണിക്കൂറോളം എന്തായാലും ഇത് മാറ്റി വെക്കുക. എന്നിട്ടാണ് നമ്മൾ ഇതിലോട്ട് ബാക്കി ചേരുവകളും കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ 4 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ നമുക്ക് നോക്കാം. ചെറുതായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഒരിച്ചിരി ലൂസായിട്ടാണ് മാവുള്ളത്. അപ്പോൾ അത് പൊങ്ങി വരുമ്പോൾ ഫെർമെൻ്റ് ആകുമ്പോൾ ഒരിച്ചിരി പിന്നെയും ലൂസാവുമല്ലോ. അപ്പോൾ ഒരിച്ചിരി ലൂസായിട്ടുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് കുറച്ച് സവാള അരിഞ്ഞത്, അതുപോലെ പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി ക്രഷ് ചെയ്തെടുത്തത്, അതുപോലെ കുറച്ച് കറിവേപ്പില. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കുറച്ച് തിക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാധാരണ റൈസ് ഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഹാർഡാവുന്നുണ്ട് റൈസ് ഫ്ലോർ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ അവിൽ പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബ്ലെൻഡറിലോട്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ 3 ടേബിൾ സ്പൂണോളം അവിൽ പൊടിച്ചത്, നമ്മുടെ സാധാരണ അവിലാണ്, പോഹ. അപ്പോൾ അത് പൊടിച്ചത് 3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അവിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ലൂസായിട്ടുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കാനും പറ്റുന്നുണ്ട്. നമ്മൾ സാധാരണ ചോറിന് പകരം അവിലൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്, ഇഡലി ചെയ്യുമ്പോഴും ദോശ ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ചോറ് ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നില്ലേ, ആ ഒരു രീതി തന്നെയാണ് അവിൽ ചേർക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ നല്ല പാകത്തിനുള്ള മാവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാൻ ജസ്റ്റ് നമ്മൾ വെള്ളം ഒന്ന് കയ്യിൽ സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഇത് ബോൾസാക്കി എടുക്കാനായിട്ട്. അപ്പോൾ കയ്യിൽ ജസ്റ്റ് വെള്ളം ഒന്ന് നനച്ചിട്ട് നമ്മൾ ബോൾസാക്കി എടുക്കുമ്പോൾ നമുക്ക് കയ്യിലൊട്ടി പിടിക്കാതെ ബോൾസാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഉഴുന്ന് വടയുടെ ആ ഒരു ഷേപ്പിൽ ജസ്റ്റ് നടുക്കൊരു ഹോളിട്ടിട്ട് നമ്മൾ ചൂടായ എണ്ണയിലോട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് എല്ലാ മാവും ഇതുപോലെ ആക്കിയിട്ട് ചൂടായ എണ്ണയിലോട്ടിട്ട് മുരിച്ചെടുത്താൽ മതി. ഒരു ഭാഗം മൊരിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു നടുക്കിട്ട് കൊടുത്ത ഹോൾസൊക്കെ കുറച്ച് കവറായിട്ടുണ്ട്, പൊങ്ങി വന്നിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റും ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്ന് വടയാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.